മൃതദേഹങ്ങളൊക്കെ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്, കൊണ്ടുവരികയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമയത്ത് പാങ്ങിൽ നിന്നാണ് ഹാഷ്മി ഉള്ളത്. പാങ് എന്ന് പറയുന്ന ആ പ്രദേശമാകെ തന്നെ വേദനയിൽ മുങ്ങി നിൽക്കുന്ന സമയമാണ്. ഒരുപക്ഷെ വളരെ വൈകാരികമായ നിമിഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രവിത, തീർച്ചയായും നമുക്ക് ഹാഷ്മിയോട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. ഹാഷ്മി, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം വലിയ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഹാഷ്മി നിൽക്കുന്നത്. പാങ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. സ്വാഭാവികമായും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നന്നായി തന്നെ അറിയുന്നുമുണ്ടാകും. ഈ ഒരു വേദനയെ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഹാഷ്മി? വിനോദയാത്ര പുറപ്പെട്ടവരാണ്, അവരാണിപ്പോൾ ജീവനറ്റ ശരീരമായി തിരികെ എത്തുന്നത്. അങ്ങനെ വിനോദയാത്ര ഒരു ദുരന്തയാത്രയായതിന്റെ എല്ലാവിധ ആഘാതങ്ങളും നമ്മൾ ഈ പാങ് പാറമ്മൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നത് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് പൊതുദർശനം നടക്കാൻ പോകുന്നത്. ഇങ്ങോട്ടേക്ക് നാട്ടുകാർ രാവിലെ മുതൽ തന്നെ, ഇന്നലെ ഒന്നും ഈ നാട് ഈ രാത്രി ഉറങ്ങിയിട്ടില്ല. ആ സ്കൂളിലും ഈ സ്കൂൾ പാങ് എൽ പി സ്കൂൾ തൊട്ടപ്പുറത്താണ്. ആ സ്കൂളിൽ ഒരുപക്ഷെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളില്ലാത്ത ചെറിയൊരു സ്കൂളാണ് ആ സ്കൂൾ. അതുകൊണ്ട് പൊതുദർശനം ഒരുപാട് നാട്ടുകാർ ഇങ്ങോട്ടേക്കൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് ആ സ്കൂളിന് അത് താങ്ങില്ല എന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആ പൊതുദർശനം മാറ്റിയതാണ്. ഇങ്ങോട്ടേക്ക് ഇവിടെ രാവിലെ മുതൽ തന്നെ നാട്ടുകാർ രാവിലെ എന്നല്ല രാത്രി ഈ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം അവിശ്വസനീയമായി തന്നെയാണ് ഈ നാട്ടുകാർ ആ ദുരന്ത വാർത്ത ഏറ്റുവാങ്ങുന്നത്. ഇങ്ങോട്ടൊക്കെ ഇവിടുന്ന് വലിയ സന്തോഷത്തോടു കൂടി ക്ലാസ്സുകൾ കഴിഞ്ഞു, വെക്കേഷൻ ആകുമ്പോഴേക്കും ഒരു സ്റ്റാഫ് ടൂർ എല്ലാ വർഷവും ഉള്ളതാണ്. അങ്ങനെ വലിയ ആഘോഷത്തോടെ സ്റ്റാഫ് ടൂറായി പോയവർ, നേരത്തെ പറഞ്ഞതുപോലെ ചേതനയേറ്റ 9 ആംബുലൻസ്, ഒരു വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോയെങ്കിൽ 9 ആംബുലൻസുകൾ തിരികെ വരുന്ന വളരെ സങ്കടകരമായ മുഹൂർത്തത്തെ അത് ഉറപ്പായും വലിയ ഹൃദയവേദനയോടുകൂടി തന്നെയാണ്. ഇവിടെ ഈ സ്കൂളിൽ ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. അവിടെ നിങ്ങോട്ട് മൃതദേഹങ്ങൾ എത്തിയാൽ ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അധികം വൈകാതെ തന്നെ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു, അതുകൊണ്ട് അധികം വൈകാതെ തന്നെ സംസ്കാരം വേണം എന്ന ബന്ധുക്കളുടെ ഒക്കെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കിയാൽ അധികം വൈകാതെ തന്നെ സംസ്കാരത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഗോപിയും പ്രവിതയും ഒക്കെ പറഞ്ഞതുപോലെ ഈ അധ്യാപകർ ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ പ്രദേശത്തുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളിലെ കുട്ടികളിലെ രക്ഷകർത്താക്കൾ വളരെ വ്യക്തിപരമായി തന്നെ അറിയാവുന്ന അധ്യാപകരാണ് ഇവരൊക്കെ. അധ്യാപകർ എന്നല്ല, അവിടുത്തെ ജീവനക്കാരൊക്കെ അവർ കുടുംബത്തിലെ രംഗത്തെ പോലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഓരോ വീട്ടിലെയും ഒരു അംഗത്തിന്റെ വിയോഗം എന്ന മട്ടിൽ തന്നെ ഈ നാട് കാണുന്നു. ഇങ്ങോട്ടേക്ക് ആളുകൾ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഈ അധ്യാപകരെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരെയും ഈ നാട്ടിലുള്ള ഇത് ഒരു വലിയ പ്രദേശമല്ല, യഥാർത്ഥത്തിൽ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഇവരെയൊക്കെ വളരെ വ്യക്തിപരമായി തന്നെ അറിയാവുന്നവരാണ്. ഇവരുടെ സേവനങ്ങളെപ്പറ്റി അറിയാവുന്നവരാണ്. ഈ സ്കൂളിന് വേണ്ടി, ഈ അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ, ഈ സ്കൂളിൽ ഓവർ ടൈം പണിയെടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ വെൽബീയിങ്ങിന് വേണ്ടി, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട അധ്വാനിക്കുന്ന മനുഷ്യന്മാരാണ് എന്നൊക്കെ നമ്മളോട് ഈ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണല്ലേ? ഒരുക്കങ്ങൾ പുതുവർഷം നടക്കണേ. അവിടുന്ന് ഒരു മണിക്കൂറിന്റെ ഉള്ളിലൂടെ എത്തും. എന്നാലും വളരെ വേഗതയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നല്ല പോലീസ് ആകുമ്പോഴോടെ തന്നെ വരുന്നത്. നാടിന് ഒരു തീർത്താൽ തീരാത്ത വേദനയായി, ഭയങ്കര വേദനയില്ലേ. കണ്ടവാനെ നമ്മൾ അറിയപ്പെടുന്ന നല്ല അധ്യാപകരും നല്ല സഹപ്രവർത്തകരുമാണ്. എല്ലാത്തിനും മുന്നിലായിരുന്നു അവര്. എല്ലാ കാര്യത്തിനും. അവിടെ ഒരു പായസത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സ്കൂൾ നവീകരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൊണ്ടും നല്ല ഇതാണ്. ദുഃഖം കൊണ്ട് ഇപ്പം ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. പിന്നെ 3 പേര് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലുണ്ട്. അതിലെ ഡ്രൈവറുടെ കാര്യമൊക്കെ സീരിയസ് ആണ്. ഒരു കുട്ടിയുടെ മസീനയുടെ ആരോഗ്യാവസ്ഥ കോട്ടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു. ആ കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലെന്ന്? ഇല്ല, അത് കുഴപ്പമില്ല. കോട്ടക്കര ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് 11ാമത്തെ വളവിൽ താഴെയൊക്കെ കുത്തനെ ഈ വണ്ടി പതിച്ചതാണ്. അവിടെ ഓൺ ദ സ്പോട്ടിൽ തന്നെ 8 മരണങ്ങൾ സംഭവിച്ച ഒരു അപകടമാണ്. അതിലൊരു കുട്ടി വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ മഹാത്ഭുതമായി ഇവിടുത്തെ ഈ വഴിയെപ്പറ്റി അറിയാവുന്നവർ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു അപകടമായിരുന്നു ഗോപി. ഉറപ്പായും പറയാം, ഇവിടെ അധികം വൈകാതെ എത്തുമെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒലവങ്കോട് എത്തിയിട്ടുണ്ട്. വന്നു മെസ്സേജ് വാട്സപ്പിൽ കണ്ടു, ഒലവങ്കോട് എത്തുന്നുള്ള. നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണ് ഇവരെല്ലാവരും. ഇവിടെ ഈ സ്കൂളിലെ എല്ലാ ആളുകളും പിന്നെ അവിടെ നാട്ടുകാരാണ്, പുറത്തുനിന്ന് ആളുകളില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പോൾ നമ്മളവിടെ ചേണ്ടിയിൽ ഷോപ്പ് നടത്തേണ്ടതാണ്. ഈ ആളുകളൊക്കെ അവിടെ നമ്മുടെ ഷോപ്പിൽ വരുന്നതാണ്, പരിചയക്കാരാണ്, കുടുംബത്തിലാണ്. റംല ടീച്ചറാണ്, നമ്മുടെ കുടുംബമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്കൂളിൽ പഠിച്ചാണോ? സ്കൂളിൽ പഠിച്ചാണ്. എൽ പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്? അവിടെ പഠിച്ചില്ല, ഞങ്ങൾ വേറെ സ്കൂളാണ്.
അവസരം അവസരം കിട്ടുമ്പോൾ നമ്മളത് കാണാൻ പറ്റും. ഹാഷ്മി അതെ 24 നാടിന്റെ ഒരു വേദനയായി മാറി പൊതുവല്ലേ പൊതുവെ വലിയ സങ്കടം. ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ലേ മാഷുമാരെല്ലാം നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് മാഷുമാരൊക്കെ അറിയാവുന്ന അറിയണ മാഷുമാരെ എല്ലാവരും എല്ലാവരും വലിയ ഇക്ക, അതങ്ങനെ ഒരു വേദനയായി. ആ വലുതന്നെ. നമ്മളെ സ്കൂളിൽ തൊട്ട അയൽവാസിയാണ്. ആ സ്കൂളിൽ ആ സ്കൂളിലെ ടീച്ചർമാരുടെയും സ്റ്റാഫിനെയൊക്കെ തന്നെ വന്നുള്ള ആളാണ്. അപ്പോൾ യാസ് ടീച്ചറൊക്കെ എപ്പോഴും സ്കൂളിലുണ്ടാവും, സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളൊക്കെ. ടീച്ചറോ? ആ ടീച്ചർ ടീച്ചർ ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നാണ്. അതെ. മറ്റുള്ള ടീച്ചർമാരൊക്കെ കുറെ പാക്കുള്ള ആൾക്കാരാണ് അവരെ. അവര് നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നവരും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാ അയൽവാസികളും നാട്ടുകാരൊക്കെ എല്ലാവരും നല്ല ബന്ധമാണ്. കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, ടീച്ചേഴ്സായിരുന്നു ഒക്കെ എല്ലാം നൽകും. ഇപ്പോൾ അടുത്ത ദിവസം അവിടെ പിന്നെ പിറ്റിയ ഇതുണ്ടായിരുന്നു, വാർഷിക പരിപാടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അതിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും പങ്കെടുത്ത ആൾക്കാരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.